ഹായ് ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ LD ക്ലർക്കിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നോക്കുന്നത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമുക്ക് 52 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിപ്പോവും. LD ക്ലർക്കിൻ്റെ മാത്രമായിട്ടുള്ള മെയിൻ എക്സാമായിട്ട് നടത്തിയിട്ടുള്ള LD ക്ലർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് 2007 നടന്നിട്ടുള്ള ഒരു LD ക്ലർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അലക്സാണ്ടർ കണ്ണിങ്ഹാം ഏത് പഠനശാഖയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുരാവസ്തു ശാസ്ത്രം. അലക്സാണ്ടർ കണ്ണിങ്ഹാം ഏത് പഠനശാഖയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുരാവസ്തു ശാസ്ത്രം. ഇൻഡിക്കയുടെ കർത്താവ് മെഗസ്തനീസ് ആണ്. ഇൻഡിക്കയുടെ കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അത് മെഗസ്തനീസ് ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1952 ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1952. ഗ്രീനിച്ച് സമയവും ഇന്ത്യൻ സമയവും തമ്മിലുള്ള വ്യത്യാസം 5½ മണിക്കൂറാണ്. ഗ്രീനിച്ച് സമയവും ഇന്ത്യൻ സമയവും തമ്മിലുള്ള വ്യത്യാസം 5½ മണിക്കൂറാണ്. താഴെ പറയുന്നവയിൽ കാളിദാസന്റെ കൃതി അല്ലാത്തത് ദേവി ചന്ദ്രഗുപ്തമാണ്. ദേവി ചന്ദ്രഗുപ്തമാണ് കാളിദാസന്റെ കൃതി അല്ലാത്തത്. അപ്പോൾ കാളിദാസന്റെ കൃതികളൊന്ന് നോക്കാം. രഘുവംശം, മാളവികാഗ്നിമിത്രം, മേഘദൂത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, റാബി വിളകൾ വിതയ്ക്കുന്നത് ഏത് മാസങ്ങളിലാണ്? ഒക്ടോബർ ടു നവംബർ മാസങ്ങളിലാണ്. റാബി വിളകൾ വിതയ്ക്കുന്നത് ഏത് മാസങ്ങളിലാണ്? ഒക്ടോബർ ടു നവംബർ ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ബാസ്കറ്റ് ബോൾ കളിയിൽ ഒരു ഭാഗത്ത് വേണ്ട കളിക്കാരുടെ എണ്ണം എത്രയാണെന്നാണ്? അത് B ആണ്, 5 ആണ്. 5 പേരാണ് ബാസ്കറ്റ് ബോൾ കളിയിൽ ഒരു ഭാഗത്ത് വേണ്ട കളിക്കാരുടെ എണ്ണം എന്ന് പറയുന്നത്. ആഗോള ശിശുദിനം എപ്പോഴാണ്? നവംബർ 20 കേട്ടോ. നവംബർ 20 ആഗോള ശിശുദിനം. ഇനി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ അത് മുണ്ടകോപനിഷത്തിൽ നിന്നുമാണ്. മുണ്ടകോപനിഷത്തിൽ നിന്ന്. സത്യമേവ ജയതേ, മുണ്ടകോപനിഷത്ത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഗവർണർ പദവിയിൽ ഇരുന്നിട്ട് പിന്നീട് ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് VV ഗിരിയാണ്. കേരളത്തിൽ ഗവർണർ പദവിയിലിരുന്ന് പിന്നീട് ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ് VV ഗിരി. 12, താഴെ കൊടുത്തവയിൽ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കാത്ത വനിത ആര് എന്നാണ്? വിജയലക്ഷ്മി പണ്ഡിതാണ്. അപ്പോൾ നമുക്കറിയാം ആനി ബസന്റും സരോജിനി നായിഡും നെൽസൺ ഗുപ്തയും ഒക്കെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുള്ള വനിതകളാണ്. വിജയലക്ഷ്മി പണ്ഡിറ്റ് മാത്രമാണ് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കാത്തതായിട്ടുള്ളത്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യസഭയുടെ ചെയർമാൻ ആര് എന്നാണ്? ഇത് പ്രസക്തമല്ലാത്ത ക്വസ്റ്റ്യനാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ആറ്റം ബോംബിൻ്റെ പിതാവ് റോബർട്ട് ഓപ്പൺഹൈമർ ആണ്. റോബർട്ട് ഓപ്പൺഹൈമർ ആണ് ആറ്റം ബോംബിൻ്റെ പിതാവെന്ന് പറയുന്നത്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യനാണ്, ഏഷ്യൻ വികസന ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെ? ഏഷ്യൻ വികസന ബാങ്കിൻ്റെ ആസ്ഥാനം മനിലയാണ്. ഏഷ്യൻ വികസന ബാങ്കിൻ്റെ ആസ്ഥാനം മനില. ടൈഫോയിഡ് രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? അത് കുടലിനെയാണ്. ടൈഫോയിഡ് രോഗം ബാധിക്കുന്ന അവയവം കുടലാണ്. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന വാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാലാണ്. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന വാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാലാണ്. ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴമാണ്. ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴമാണ്. ദീൻ ഇലാഹി സ്ഥാപിക്കപ്പെട്ട വർഷം 1582. 1582 ദീൻ ഇലാഹി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വർഷം. ഇന്ത്യയും ചൈനയും വേർതിരിക്കുന്ന രേഖയാണ് മക്മോഹൻ രേഖയാണ്. ഇന്ത്യയും ചൈനയെയും വേർതിരിക്കുന്ന രേഖ മക്മോഹൻ രേഖയാണ്. അലമാട്ടി ഡാം ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? കൃഷ്ണ നദിയിലാണ്. അലമാട്ടി ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൃഷ്ണ നദിയിൽ. കേരളത്തിലെ ആദ്യത്തെ ദിനപത്രമാണ് രാജ്യസമാചാരമാണ്. രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യ ദിനപത്രം. ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഫെറൽ നിയമം കാറ്റിൻ്റെ ദിശയെ സംബന്ധിക്കുന്ന നിയമമാണ്. ഫെറൽ നിയമം കാറ്റിൻ്റെ ദിശയെ സംബന്ധിക്കുന്ന നിയമമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ട്രെയിൻ ആരംഭിച്ചത് എവിടെ? കൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ട്രെയിൻ ആരംഭിച്ചത് കൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ട്രെയിൻ ആരംഭിച്ചത് കൽക്കത്തയിലാണ്. കേരളത്തിലെ മലയാളിയായ ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ അത് V വിശ്വനാഥനാണ്. കേരളത്തിലെ മലയാളിയായ ഗവർണറാണ് V വിശ്വനാഥൻ. അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്ത് കമ്പോള നിയന്ത്രണത്തിൻ്റെ മേധാവിയായ ഉദ്യോഗസ്ഥനാണ് ഷാഹ്ന. അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്ത് കമ്പോള നിയന്ത്രണത്തിൻ്റെ മേധാവിയായിരുന്ന ഉദ്യോഗസ്ഥൻ ഷാഹ്നയാണ്. ജമ്മു കാശ്മീരിൽ ഔദ്യോഗിക ഭാഷ ഉറുദു ആണ്. ജമ്മു കാശ്മീരിൻ്റെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഉറുദു ആണ്. താഴെ പറയുന്ന ദീപ മേത്ത സംവിധാനം ചെയ്ത സിനിമ എർത്താണ്. ദീപ മേത്ത സംവിധാനം ചെയ്ത സിനിമ എർത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിക്കപ്പെട്ടത് ഹൈദരാബാദിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിക്കപ്പെട്ടത് ഹൈദരാബാദ്. പഞ്ചായത്ത് രാജ് ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. പഞ്ചായത്ത് രാജ് ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. മർഡൻ ഇൻ കത്രിഡർ
എന്ന നാടകത്തിൻ്റെ കർത്താവ് T.S. എലിയട്ടാണ്. T.S. എലിയട്ടാണ് മർഡർ ഇൻ കത്തീഡ്രൽ എന്ന നാടകത്തിൻ്റെ കർത്താവ്. ഹുണ്ടായി കാറ് ഏത് രാജ്യത്താണ് നിർമ്മിക്കുന്നത്? ദക്ഷിണ കൊറിയയിലാണ്. ഹുണ്ടായി കാറ് ഏത് രാജ്യത്താണ് നിർമ്മിക്കുന്നത്? ദക്ഷിണ കൊറിയ. ബുലന്ദ് ദർവാസ പണി കഴിപ്പിച്ചത് അക്ബറാണ്. ബുലന്ദ് ദർവാസ പണി കഴിപ്പിച്ചത് അക്ബറാണ്. കേരളത്തിൽ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് P.T. ചാക്കോ ആണ്. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് P.T. ചാക്കോ. ഈയിടെ അന്തരിച്ച സ്റ്റീവ് ഇർവിൻ ഏത് നിലയിലാണ് പ്രസിദ്ധനായത്? മുതലവേട്ടക്കാരൻ. അപ്പം അത് 2007 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 37ാമത്തെ ക്വസ്റ്റ്യൻ, 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് B.R. അംബേദ്കർ ആണ് അല്ലേ. B.R. അംബേദ്കറും തേജ് ബഹദൂർ സപ്രുവുമാണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. 38ാമത്തെ ക്വസ്റ്റ്യൻ, ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി 10,000 റൺസ് തികച്ചത് സുനിൽ ഗവാസ്കർ ആണ്. അതൊക്കെ അപ്പോൾ പ്രസക്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ, മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജിയാണ്. മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജിയാണ്. തിരുക്കൊച്ചിയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി T.K. നാരായണ പിള്ളയാണ്. തിരുക്കൊച്ചിയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് T.K. നാരായണ പിള്ളയാണ്. ഇനി 41ാമത്തെ ക്വസ്റ്റ്യൻ, പഴശ്ശിരാജ മ്യൂസിയം. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് K. കരുണാകരൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി ഇപ്പോൾ മാറിയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ആരാണ്? നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നിങ്ങളിതിൽ തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. ബാക്കിയുള്ളവർക്ക് കൂടി ഉപകാരമാവും. നമ്മൾ ഒന്നിച്ച് പഠിച്ചു പോകുന്നതല്ലേ. അപ്പോൾ നോക്കാം. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരനിലാണ്. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരനിലാണ്. 2006 ഫുട്ബോൾ ലോകകപ്പിൽ 2ാം സ്ഥാനക്കാർ ഫ്രാൻസാണ്. അത് നമുക്കിപ്പോൾ പ്രസക്തമല്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളതൊക്കെ നോക്കി വെക്കുക. 45 നെഹ്റുവിനോടൊപ്പം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻലായി ആണ്. നെഹ്റുവിനോടൊപ്പം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻലായി ആണ്. ടെന്നീസ് കോർട്ടിൻ്റെ നീളം എത്രയെന്നാണ്? അത് 78 അടിയാണ്. ടെന്നീസ് കോർട്ടിൻ്റെ നീളം 78 അടിയാണ്. കുമരകം ഏത് കായലിൻ്റെ തീരത്താണ്? വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ് കുമരകം വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ്. അടുത്തത്, കേരളത്തിലെ കൂടുതൽ നദികളുള്ള ജില്ല കാസർഗോഡാണ്. കൂടുതൽ നദികളുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ ഇത് കാസർഗോഡാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ഇപ്പോൾ ആരാണ്? നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. 50ാമത്തെ ക്വസ്റ്റ്യൻ, അപ്പോൾ ഗവർണർ ഓഫ് കേരള ആരാണ്? അത് ആലോചിച്ച് വെക്കുക. അതാരാണെന്ന് ചോദിച്ചാൽ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. അപ്പം ആരിഫ് മുഹമ്മദ് ഖാനാണ്. ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ, 33ാമത് ദേശീയ ഗെയിംസ് നടന്നത് എവിടെ? 33ാമത് ദേശീയ ഗെയിംസ്. അടുത്ത ക്വസ്റ്റ്യൻ, അത് പ്രസക്തമല്ല കേട്ടോ. ഇപ്പോഴത്തെ ഗെയിംസൊക്കെ നോക്കി വെക്കാം. ഇനി 51ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ഈസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ ഉള്ളത് നഴ്സറി. അതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കി വെക്കണേ. ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ, ദ നൗൺ ഫോം ഓഫ് പ്രൊഡ്യൂസ് ഈസ് പ്രൊഡക്ഷൻ ആണ്. പ്രൊഡക്ഷൻ അതാണ് ശരിയായിട്ടുള്ള ആൻസർ. C ഓപ്ഷനാണ്. 53, ദ അഡ്വർബ് ഓഫ് ബ്രേവ് ഈസ്. ബ്രേവിൻ്റെത് അഡ്വർബ് എന്താണെന്ന് ചോദിച്ചാൽ ബ്രേവ്ലി ആണ് അല്ലേ. ബ്രേവ്ലി ആണ്. ബ്രേവിൻ്റെ അഡ്വർബ് ചോദിച്ചാൽ അത് ബ്രേവ്ലി ആണ്. ദ സിനോണിം ഓഫ് ബ്രൈറ്റ് ഈസ്. ബ്രൈറ്റ് എന്ന് പറയുമ്പം അതെന്താണ്? ക്ലവറാണ്. ബ്രൈറ്റ് ക്ലവറാണ്. 55ാമത്തെ ക്വസ്റ്റ്യൻ, ദ ആൻറ്റോണിം ഓഫ് ഹോണറബിൾ. ഹോണറബിളിൻ്റെ ആൻറ്റോണിമാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഡിഷ് ഓണറബിൾ ആണ് കേട്ടോ. ഡിഷ് ഓണറബിൾ ആണ് ആൻറ്റോണിം. ഇനി 56ാമത്തെ ക്വസ്റ്റ്യൻ, റിവീൽ ആൻറ്റോണിമാണ് ചോദിച്ചിട്ടുള്ളത്. ഹൈഡാണ്. റിവീലിൻ്റെത് ഹൈലാണ്. ഇനി ഇഫ് ഐ വേർ എ ബേർഡ് ഐ ഡേഷ് ഫ്ലൈ എന്നാണ്. അപ്പോൾ എന്താണ്? ഇഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ ആണ്. അപ്പം ഞാനൊരു ബേർഡ് ആയിരുന്നെങ്കിൽ, അങ്ങനെയുള്ള നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഇമാജിൻ ചെയ്യണ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഫോമിൽ ഇഫ് ഐ വരുമ്പം അവിടെ വേറാണ് ഉപയോഗിക്കുക എന്ന് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ ഐ വുഡ് ഫ്ലൈ എന്നായിരിക്കും. ഇനി 58ാമത്തെ ക്വസ്റ്റ്യൻ, ബിഫോർ വി റീച്ച്ഡ് ദ തിയേറ്റർ ദ ടിക്കറ്റ്സ് ഹാഡ് ബീൻ സോൾഡ് ഔട്ട് ആണ്. ഹാഡ് ബീൻ സോൾഡ് ഔട്ട്. ഇനി 59ാമത്തെ ക്വസ്റ്റ്യൻ, പീപ്പിൾ ആൾ ഓവർ ദ വേർഡ് സ്പീക്ക് ഇംഗ്ലീഷ് ഇൻ ദ ആക്റ്റീവ് ഫോം ഓഫ്. എന്താണ്? C ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ആൾ ഓവർ ദ വേൾഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. സെൻറ്റൻസിൽ മിസ്റ്റേക്ക് ഉള്ള ഭാഗം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം 60ാമത്തെ ക്വസ്റ്റ്യൻ, ജോൺ ഹാസ് ടോൾഡ് ഹിസ് ഓൾഡ് ഫർണിച്ചേഴ്സ് എന്നാണ്.
അപ്പം അതിൽ ഡി ഓപ്ഷനാണ് കറക്റ്റ് അല്ലാത്തത്. 61 ദ ഫ്യൂ മണി ഹി ഇൻഹെറിറ്റഡ് ഹാസ് ആൾറെഡി ബീൻ വേസ്റ്റഡ്. അപ്പം എ ഫ്യൂ എന്നുള്ളതാണ് കേട്ടോ, ദ ഫ്യൂ എന്നുള്ളതാണ് കേട്ടോ ശരിയല്ലാത്തത്. ദ ഫ്യൂ മണി എന്നുള്ളതാണ് ശരിയല്ലാത്തത്, എ ആണ് തെറ്റ്. 62 ദേ ഡോണ്ട് വർക്ക് ഹാർഡ് ഡേഷ്, ഡു ദേ ആണ് അവിടെ വരുന്നത് കേട്ടോ. ഡോണ്ട് വർക്ക് എന്ന് പറയുമ്പം എന്താണ്, അപ്പം ഡു വരുന്നുണ്ട് അല്ലേ. അപ്പം ഡോണ്ട് വർക്ക് ഹാർഡാണ്, ഡോണ്ട് വർക്ക് ഹാർഡാണ്. ദേ ഡോണ്ട് വർക്ക് ഹാർഡ്, ഡു ദേ ആണ് അവിടെ വരിക. ഇനി 63ാമത്തെ ക്വസ്റ്റ്യൻ, റിച്ചാർഡ് ഹാസ് ബീൻ ദ ക്യാപ്റ്റൻ ഓഫ് ദ ടീം ഡാഷ് 2000. സിൻസ് ആണ് വരിക കേട്ടോ, സിൻസ് ആണ് വരുന്നത്. ഇനി 64ാമത്തെ ക്വസ്റ്റ്യൻ, ഐദർ ജോൺ ഓർ ഗോപാൽ ഡാഷ് ടേക്കൺ മൈ ബുക്ക്. അപ്പം ഹാസ് ആണ് വരിക കേട്ടോ. ഐദർ വന്നിട്ട് ഐദർ ഓർ വരുമ്പം ഓറിൻ്റെ ഐദർ ഓർ നെയ്തർ ഓർ അങ്ങനത്തെ ഒക്കെ വരുമ്പം രണ്ടെണ്ണമായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അത് രണ്ടാമത്തേതാണ് നമ്മൾ നോക്കുക കേട്ടോ. അപ്പോൾ എന്താണ്, ഗോപാൽ ഒന്നല്ലേ ഉള്ളൂ, സിംഗുലറാണ്, അപ്പോൾ അതിൻ്റെ കൂടെ ഹാസ് ആണ് വരിക. ഇനി 65ാമത്തെ ക്വസ്റ്റ്യൻ, ജോസഫ് ഡേഷ് ടു ലിവ് ഹിയർ ഇൻ 1995 ആണ്. അപ്പോൾ ജോസഫ് കെയിം ടു ലിവ് അല്ലെ, കെയിം ആണ് അവിടുത്തെ ആൻസർ. 66ാമത്തെ ക്വസ്റ്റ്യൻ, ലീല ആൻഡ് റീന ആർ ദ സിസ്റ്റേഴ്സ് ഡേഷ് ലവ് എവരിബഡി. ഇപ്പോൾ എന്താണ്, ബി ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്, ഹൂ ആണ് കേട്ടോ, ഹൂ ആണ് അവിടെ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മോഹൻ ഹാസ് റിലീഡ് ഡാഷ് ഹിസ് അങ്കിൾ ഫോർ ഹിസ് സ്റ്റഡീസ്. അപ്പം അതിൻ്റെ ആൻസർ ഓണാണ്, ഡി ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. 68 ഡാഷ് ഫണ്ണി യു ആർ, ഹൗ ഫണ്ണി യു ആർ എന്നാണ് വരിക. ഇനി നോ വൺ നോസ് എനിത്തിങ് ഡാഷ് ഹിസ് വെയർ അബൌട്ട്സ്. അപ്പം എബൌട്ട് ആണ് വരിക കേട്ടോ, എബൌട്ട് ഹിസ് വെയർ അബൌട്ട്സ്. ഇനി 70ാമത്തെ ക്വസ്റ്റ്യൻ, ദേ ഹാവ് എൻറ്റേർഡ് ഡാഷ് ആൻ എഗ്രിമെൻറ്റ്. എന്താണ്, ഇൻ ടു ആണ്, ഇൻ ടു ആൻ എഗ്രിമെൻറ്റ് എന്നാണ് വരുന്നത്. 71ാമത്തെ ക്വസ്റ്റ്യൻ, പെറ്റ പ്ലസ് അമ്മ, പെറ്റമ്മ എന്നത് ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? ലോപസന്ധിയാണ് അല്ലേ. ലോപസന്ധി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ പെറ്റ അമ്മ എന്നല്ലേ, പെറ്റ അമ്മയിൽ എത്ര അക്ഷരങ്ങളുണ്ട് നിങ്ങളൊന്ന് എണ്ണി നോക്കിക്കേ. അതിൽ 4 അക്ഷരങ്ങൾ വരുന്നുണ്ട് അല്ലേ, പെറ്റ അമ്മ. എന്നാൽ അത് കൂട്ടി യോജിപ്പിച്ച് എഴുതുമ്പോൾ പെറ്റമ്മ 3 അക്ഷരമല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ലോപസന്ധിയിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്, നമ്മൾ യോജിപ്പിച്ച് എഴുതുമ്പോൾ ഒരക്ഷരം കുറയും. എപ്പോഴും നമ്മൾ എന്താണ് ആദ്യത്തെ എന്താണ് ഇപ്പോൾ കൂട്ടി എഴുതുമ്പം നമ്മൾ ഒരക്ഷരം കുറയുന്നത്. ആദ്യം പെറ്റ അമ്മയിൽ 4 അക്ഷരം ഉണ്ടെങ്കിൽ പെറ്റമ്മയിൽ 1 ഉള്ളൂ. അപ്പോൾ അതാണ് ലോപസന്ധി എന്ന് മനസ്സിലാക്കുക. ഇനി 72ാമത്തെ ക്വസ്റ്റ്യൻ, പദങ്ങളുടെ പ്രധാന അർത്ഥം കാണിക്കുന്ന രൂപങ്ങൾക്ക് പറയുന്ന പേരെന്താണെന്ന് എന്നാണ്. പദങ്ങളുടെ പ്രധാന അർത്ഥം കാണിക്കുന്ന രൂപങ്ങൾക്ക് പറയുന്ന പേര് പ്രകൃതി എന്നാണ് കേട്ടോ, പ്രകൃതി എന്നാണ്. 73ാമത്തെ ക്വസ്റ്റ്യൻ, മലയാളത്തോട് ഏറ്റവും അടുത്ത ഭാഷ ഏതാണെന്നാണ്. അത് തമിഴാണ്. മലയാളത്തോട് ഏറ്റവും അടുത്ത ഭാഷ തമിഴാണ്. 74ാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ അറിയാതെ സത്യം പറഞ്ഞുപോയി എന്ന വാക്യത്തിൽ പറഞ്ഞു പോയി എന്നത് ഏത് കാലാനുപ്രയോഗത്തിലാണ് വരുന്നതെന്നാണ്. അത് ഭേദകാനുപ്രയോഗമാണ്, ഭേദകാനുപ്രയോഗം. 75ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പ്രയോജക ക്രിയക്ക് ഉദാഹരണമേത്? കേൾപ്പിക്കുന്നു. അപ്പം എന്താണ്, പ്രയോജക ക്രിയയാണ് അല്ലേ, കേൾപ്പിക്കുന്നു. ഇനി 76ാമത്തെ ക്വസ്റ്റ്യൻ, നിലാവത്ത് മലമുകളിൽ നിന്നും താഴ്വാരത്തിലേക്ക് ജിന്നുകൾ ഇറങ്ങി വന്നു. ഈ വാക്യത്തിൽ ജിന്ന് എന്ന പദം ഏത് ഭാഷയിൽ നിന്നുള്ള മലയാളം സ്വീകരിച്ചിട്ടുള്ളത്? അത് അറബി ഭാഷയിൽ നിന്നാണ്. 77ാമത്തെ ക്വസ്റ്റ്യൻ, ഉറക്കം വരുന്നതുവരെ പകൽ മുഴുവൻ കുട്ടിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയോടൊപ്പം ഉണ്ടാകണം എന്ന വാക്യത്തിൽ അടിവരയിട്ട പദങ്ങളുടെ അവസാനം കൊടുത്തിരിക്കുന്ന ചിഹ്നത്തിന് മലയാളത്തിൽ പറയുന്ന പേരെന്തെന്നാണ്? അത് അങ്കുശം എന്നാണ് അല്ലേ, അങ്കുശം. 78ാമത്തെ ക്വസ്റ്റ്യൻ, തിങ്സ് ഫാൾ അപ്പാർട്ട് എന്ന മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നത് എങ്ങനെ എന്നാണ്? സർവവും ശിഥിലമാകുന്നു. തിങ്സ് ഫാൾ അപ്പാർട്ട് എന്നതിൻ്റെ അർത്ഥം സർവവും ശിഥിലമാകുന്നു. ഇറ്റ് ഈസ് ടു സ്വീറ്റ് ഫോർ യു ടു ഈറ്റ് എന്ന വാക്യത്തിലെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് എങ്ങനെ എന്നാണ്? അത് നിങ്ങൾക്ക് തിന്നാൻ പറ്റുന്നത്ര മധുരമുള്ളതാണ്. ഇറ്റ് ഈസ് ടു സ്വീറ്റ് ഫോർ യു ടു ഈറ്റ്. ഇനി 80ാമത്തെ ക്വസ്റ്റ്യൻ, ആൾ ഹ്യൂമൻ റൈറ്റ്സ് ഫോർ ആൾ എന്നത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നത് എങ്ങനെയെന്നാണ്? എല്ലാ അവകാശങ്ങളും എല്ലാവർക്കും. ആൾ ഹ്യൂമൻ റൈറ്റ്സ് ഫോർ ആൾ. അതൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യത്യസ്തമായ പദം ഏത് എന്നാണ്? വെറുപ്പ്, സ്നേഹം, അസൂയ, കാപട്യം. അതിൽ സ്നേഹമാണ് വ്യത്യസ്തമായിട്ടുള്ളത്. 82ാമത്തെ ക്വസ്റ്റ്യൻ, അനുയോജ്യമായ വാക്കുപയോഗിച്ച് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. അപ്പോൾ മരം, മേശ, ഗ്ലാസ് എന്താണ്? ജനൽ അല്ലേ.
മരം, മേശ, ഗ്ലാസ്, ജനൽ. ജനലിൽ ഗ്ലാസ് ആയിരിക്കും. ഇനി അതിലേറ്റവും ആപ്റ്റായിട്ടുള്ളത് അതാണ് കേട്ടോ. ഇനി 83 താഴെ കൊടുത്തിരിക്കുന്ന അക്ഷരക്കൂട്ടങ്ങളിൽ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായ അക്ഷരക്കൂട്ടം കണ്ടെത്തുക. MRVX ആണ്. ഇനി അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക, ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണേ. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ഒരു LDയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ്. നിങ്ങൾ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് തിരുത്തിയിട്ട് കമൻസിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഒന്നിച്ചിട്ട് പഠിച്ചു പോവാം. താങ്ക്